ഓക്കെയാണോ? ഓക്കെയാണ്. അങ്ങനെ അങ്ങനെ നിങ്ങൾ ഇതുവരെ ഒരുങ്ങി തീർന്നില്ലേ? ഞങ്ങള് റെഡിയാ. ഇത്തിരി ഫൈനൽ ടച്ച് കൂടെ ഉണ്ട്. അതെ, കല്യാണം എന്റെയാ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഒരുങ്ങി റെഡിയായില്ലേ? കല്യാണം ചേച്ചിയുടെ ആണെങ്കിലും ആഘോഷം ഞങ്ങൾക്കാ. ഈ വീട്ടിലെ ആദ്യത്തെ കല്യാണമല്ലേ, അപ്പോ ഞങ്ങൾക്ക് ഇത്തിരി ഒരുക്കൊക്കെ കൂടും. സുമേഷ് ഏട്ടൻ വരുമ്പോഴേക്കും ഒരുങ്ങി തീർന്നില്ലെങ്കിലേ നിങ്ങളെ കൂട്ടാതെ ഞാനങ്ങ് കയറിപ്പോ. ഓ പിന്നെ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ കൂട്ടാതെ ചേച്ചി ഡ്രസ് എടുക്കാൻ പോവില്ല എന്ന് ഞങ്ങൾക്കറിയാം. അപ്പച്ചിയെ വിളിച്ച് ഡ്രസ് എടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. വരുമോ എന്തോ. അല്ല, ചേച്ചി എന്തിനാ അപ്പച്ചിയെ വിളിച്ചേ? മാമന്റെ സ്വഭാവം അറിയാലോ, അപ്പച്ചിയെ വിടില്ല. നമ്മള് വിളിച്ചിട്ട് വരാൻ പറ്റാതിരുന്ന പിന്നത് അപ്പച്ചിക്കൊരു വിഷമാവും. വന്നാലും ഇല്ലെങ്കിലും പറയേണ്ട ഒരു കടമയില്ലേ? അച്ഛന്റെ കാര്യവും അങ്ങനെ. അപ്പച്ചിയെങ്കിലും വന്നാ അതൊരു സന്തോഷായനെ. അമ്മ നമ്മളെ വിട്ടുപോയി. ആ സ്ഥാനത്ത് അച്ഛനല്ലായിരുന്നോ ഈ കാര്യങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കേണ്ടത്? ഓ പിന്നെ, നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വെറുതെ മൂഡ് ഓഫ് ആയി ഞങ്ങളുടെ ഉള്ള സന്തോഷം കൂടെ കളയല്ലേ ചേച്ചി? ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ റെഡിയാവ്. ഞാൻ സുമേഷ് ഏട്ടനൊന്ന് വിളിച്ച് എത്താറായോന്ന് ചോദിക്കട്ടെ. അതെ, ചേച്ചി നല്ല സന്തോഷത്തിലാ. കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ഒരു രീതിയിലും ഒരു ഭാവവ്യത്യാസവും കാണിക്കാതെ നമ്മൾ തീരുമാനിച്ച പോലെ ആ സന്തോഷത്തെ തന്നെ പെരുമാറണം, സംസാരിക്കണം. കേട്ടല്ലോ? മക്കളെ, അപ്പച്ചി അപ്പച്ചി വൈകി പോയടി മോളെ. അതെങ്ങനെയാ അങ്ങനെ കണ്ണു വെട്ടിച്ച് വേണ്ട ഇങ്ങോട്ടൊന്ന് വരാൻ? അല്ല, അമൃത എവിടെ? എല്ലാരും അകത്തുണ്ട്, പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അമൃതേ മോളെ. അപ്പച്ചി അപ്പച്ചി താമസിച്ചു പോയെന്ന് പേടിച്ചാ ഓടി വന്നത്. എന്തായി? എന്നാ ഇറങ്ങാം. ഇറങ്ങാം അപ്പച്ചി. സഹദേവ മാമൻ വണ്ടി അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. സുമേഷ് ഏട്ടനായിരിക്കും വരിക. എല്ലാരും കൂടി എങ്ങനെ ചേച്ചി ഒരു വണ്ടിയിൽ പോവാ? അമൃതമോള് സുമേഷിന്റെ കൂടെ പോട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരു ടാക്സി വിളിച്ചങ്ങ് പോവാം. അത് മതി, അതാ നല്ലത്. എല്ലാം കൂടി കെട്ടിയൊരുങ്ങി നിൽക്കുകയാണല്ലോ. സുമേഷേ, വണ്ടിയുടെ ഡിക്കിയും കൂടി തുറന്നിട്ട് ആളെ കയറ്റേണ്ടി വരും. അമ്പിക എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നമുക്ക് അമൃതയും കൊണ്ട് മാത്രം പോവാം, അങ്ങനെയല്ലേ തീരുമാനിച്ചത്? അങ്ങനെ തന്നെയാ തീരുമാനിച്ചത്. അതേ നടക്കും. നീ വാ. ആഹാ, അംബികയും കൂടി ഉണ്ടായിരുന്നോ? സുമേഷ് വരുമെന്നാണല്ലോ അമൃതമോള് പറഞ്ഞത്. എന്ന് ആര് പറഞ്ഞു? മാമൻ. നിന്റെ മാമൻ അങ്ങനെ പലതും പറയും. എന്റെ മോന്റെ കല്യാണ വേഷം സെലക്ട് ചെയ്യേണ്ടതേ ഞാൻ കൂടിയല്ലേ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എല്ലാരും കൂടിയോ? ഇതെന്താ വല്ല ഉത്സവത്തിന് പോവാണോ? അല്ല, എല്ലാവരും കൂടി ഈ കാറിൽ വരാൻ പറ്റില്ലല്ലോ, അതാ അമ്മ പറഞ്ഞത്. ആര് പറഞ്ഞു എല്ലാരും കൂടി ഈ കാറിലാ വരുന്നേന്ന്? നിങ്ങൾ അമൃതയും കൂട്ടി പൊയ്ക്കോളൂ. ഞാനും പിള്ളേരും കൂടി ഒരു ടാക്സി വിളിച്ചങ്ങ് വരാം. എന്തിനാ എല്ലാരും കൂടി വരുന്നേ? ഡ്രസ് സെലക്ട് ചെയ്യേണ്ടത് സുമേഷും അമൃതയും കൂടിയല്ലേ. പിന്നെ എന്തിനാ എല്ലാരും കൂടി കെട്ടി എഴുന്നള്ളുന്നേ? ഇവർക്കൂടി ഞാൻ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. അവരുടെ പാകത്തിനും അവരുടെ ഇഷ്ടത്തിനും അവര് തന്നെ ഡ്രസ്സ് എടുക്കുന്നതല്ലേ നല്ലത്. ഓ, അങ്ങനെ നിർബന്ധമാണെങ്കിൽ പിന്നെ പോയി എടുത്താ പോരെ. ഇക്കൂട്ടത്തിൽ വന്ന അലമ്പണം.